നമസ്കാരം. KCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പ്രവാസി വ്യവസായി പൂച്ചക്കാട്ടെ അബ്ദുൽ ഗഫൂർ ഹാജിയുടെ മരണം. ജിന്നുമ്മയെ സഹായിച്ച കൂടുതൽ പേർ ഉടൻ അറസ്റ്റിലായേക്കുമെന്ന് സൂചന. കാസർഗോഡ് ജില്ലാ ടൂറിസം പ്രൊമോഷൻ പുതിയ കാസർഗോഡ് ടൂറിസം ലോഗോ പുറത്തിറക്കി. മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി പ്രകാശനം നിർവഹിച്ചു. കാസർഗോഡ് വേറെ ലെവലിലേക്ക്. പുതിയ ബസ് സ്റ്റാൻഡിലേക്ക് പ്രവേശിക്കുന്നതിനായി നിർമ്മിച്ച കൂറ്റൻ കമാനം നഗരത്തിന് നൽകുന്നത് പുതുപ്രൗഢി. നെയ്ത്തും നൂൽനൂൽപ്പും പരിചയപ്പെടാം. പിലിക്കോട്ടെ ഫാം കാർണിവലിൽ ശ്രദ്ധേയമായി പയ്യന്നൂർ ഖാദി കേന്ദ്രത്തിന്റെ വിപണന സ്റ്റാൾ. ഹോസ്ദുർഗ് താലൂക്ക് പരാതി പരിഹാര അദാലത്തിൽ 241 പരാതികൾക്ക് പരിഹാരം. പരാതികൾക്ക് വേഗത്തിലുള്ള പരിഹാരമെന്ന ബോധമാണ് അദാലത്തുകൾ മുന്നോട്ട് വയ്ക്കുന്നതെന്ന് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സമരപ്രചരണ ജാഥയുമായി ആയുഷ് മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്വതന്ത്ര സംഘടനകൾ ഞായറാഴ്ച കാസർകോട്ട് നിന്നും പ്രയാണം ആരംഭിക്കും. വാർത്തകൾ വിശദമായി. പ്രവാസി വ്യവസായി പൂച്ചക്കാട്ടെ അബ്ദുൽ ഗഫൂർ ഹാജിയുടെ മരണം. ജിന്നുമ്മയെ സഹായിച്ച കൂടുതൽ പേർ ഉടൻ അറസ്റ്റിലായേക്കുമെന്ന് സൂചന. ഇവരിൽ ചിലർക്ക് നേരിട്ട് മരണവുമായി ബന്ധമുണ്ടെന്നാണ് സംശയിക്കുന്നത്. ഇവർ പിടിയിലാവുന്നതോടെ കേസിൽ പുതിയ വഴിത്തിരിവുണ്ടാകുമെന്ന പ്രതീക്ഷയാണ് അന്വേഷണ സംഘത്തിനുള്ളത്. പ്രവാസി വ്യവസായി പൂച്ചക്കാട്ടെ അബ്ദുൽ ഗഫൂർ ഹാജിയുടെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ അറസ്റ്റിലായ മന്ത്രവാദിനിയെന്നും ജിന്നുമ്മയെന്നും അറിയപ്പെടുന്ന ഷമീമയെ സഹായിച്ചതായി പറയുന്ന 6 പേർ ഉടൻ പിടിയിലാകുമെന്ന വിവരമാണ് പുറത്തുവരുന്നത്. ഇവർ അന്വേഷണ സംഘത്തിൻ്റെ നിരീക്ഷണത്തിലാണ്. ഇവരിൽ ചിലർക്ക് നേരിട്ട് മരണവുമായി ബന്ധമുണ്ടെന്നാണ് സംശയിക്കുന്നത്. ഇവരിൽ ചിലരെ കേസന്വേഷിക്കുന്ന DCRB DYSP PK ജോൺസന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തതായും വിവരമുണ്ട്. നേരത്തെ അറസ്റ്റിലായ 1-ാം പ്രതി ഉവൈസ്, 2-ാം പ്രതിയും ഉവൈസിന്റെ ഭാര്യയുമായ ഷമീമ, 3-ാം പ്രതി അസ്നീഫ, 4-ാം പ്രതി ആയിഷ എന്നിവരെ 2 ദിവസം മാത്രമേ പ്രത്യേക അന്വേഷണ സംഘത്തിന് ചോദ്യം ചെയ്യുവാൻ സാധിച്ചിട്ടുള്ളൂ. ഗഫൂർ ഹാജിയിൽ നിന്നും തട്ടിയെടുത്ത കുറച്ച് സ്വർണം മാത്രമാണ് കണ്ടെത്തിയിട്ടുള്ളത്. പ്രതികളെ കൂടുതൽ ചോദ്യം ചെയ്യുന്നതിനും തെളിവ് ശേഖരിക്കുന്നതിനും സ്വർണം കണ്ടെടുക്കുന്നതിനും 10 ദിവസത്തേക്ക് പ്രതികളെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടണമെന്നാവശ്യപ്പെട്ട് വിചാരണ കോടതിയെ സമീപിച്ചുവെങ്കിലും അന്വേഷണ സംഘത്തിന് വെറും 2 ദിവസം മാത്രമാണ് പ്രതികളെ കസ്റ്റഡിയിൽ ലഭിച്ചത്. ഇതിനെതിരെ അന്വേഷണ സംഘം ജില്ലാ സെഷൻസ് കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ശനിയാഴ്ച കസ്റ്റഡി അപേക്ഷ ജില്ലാ കോടതി പരിഗണിക്കുന്നുണ്ട്. പ്രതികളെ കസ്റ്റഡിയിൽ കിട്ടിയാൽ പ്രതികൾക്കൊപ്പം ഇരുത്തി സംശയിക്കുന്ന യുവാക്കളെ ചോദ്യം ചെയ്യുവാനാണ് അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുള്ളത്. ശനിയാഴ്ച തന്നെ അറസ്റ്റിലായ പ്രതികൾ നൽകിയ ജാമ്യാപേക്ഷയും ജില്ലാ കോടതിയുടെ പരിഗണനയ്ക്ക് വരുന്നുണ്ട്. ജാമ്യാപേക്ഷ വിചാരണ കോടതി തള്ളിയതിനെ തുടർന്നാണ് പ്രതികൾ ജില്ലാ സെഷൻസ് കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് ജില്ലാ ടൂറിസം പ്രൊമോഷൻ പുതിയ കാസർഗോഡ് ടൂറിസം ലോഗോ പുറത്തിറക്കി. കാസർഗോഡിന്റെ സാംസ്കാരിക പൈതൃകം, പ്രകൃതി സൗന്ദര്യം, സജീവമായ ടൂറിസം സാധ്യതകൾ എന്നിവ പ്രതിനിധീകരിക്കുന്നതാണ് പുതിയ ലോഗോ. മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ലോഗോ പ്രകാശനം നിർവഹിച്ചു. കാസർഗോഡ് ജില്ലയുടെ പ്രകൃതി സൗന്ദര്യവും സാംസ്കാരിക വൈവിധ്യവും പ്രയോജനപ്പെടുത്തി ടൂറിസം വളർത്തണമെന്ന് ലോഗോ പ്രകാശന ചടങ്ങിന് ശേഷം സംസാരിക്കവേ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി പറഞ്ഞു. കാസർഗോഡിൻ്റെതായ ചില തേങ്ങകളുണ്ട്. മറ്റ് വ്യത്യസ്തമായി മറ്റ് പ്രദേശങ്ങൾ വ്യത്യസ്തമായി അതിനെ പ്രയോജനപ്പെടുത്തുക, പ്രകൃതി സൗന്ദര്യത്തെ പരിപാലിക്കുക, പ്രകൃതി മനോഹരമായ തീരപ്രദേശങ്ങളിൽ അനിവാര്യ പ്രദേശങ്ങളിൽ സഞ്ചാര സൗഭാഗ്യമായ ഇടങ്ങളിലൂടെ നമുക്ക് പ്രദർശിപ്പിക്കേണ്ടിയിരിക്കുക. ഇതൊക്കെ ശാസ്ത്രീയമായും സാങ്കേതികമായും നമുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലോഗോ പ്രകാശന ചടങ്ങിൽ DTPC എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം CH കുഞ്ഞമ്പു MLA അധ്യക്ഷത വഹിച്ചു. E ചന്ദ്രശേഖരൻ MLA, NA നെല്ലിക്കുന്ന് MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷാനവാസ് പാദൂർ, സബ് കളക്ടർ പ്രതീക് ജെയിൻ എന്നിവർ ചടങ്ങിൽ വിശിഷ്ടാതിഥികളായി പങ്കെടുത്തു. ടൂറിസം വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ G ശ്രീകുമാർ, BRDC മാനേജിംഗ് ഡയറക്ടർ ഷിജിൻ P, കാസർഗോഡ് ജില്ലാ ഹൗസ് ബോട്ട് ഓണേഴ്സ് അസോസിയേഷൻ സെക്രട്ടറി വിനോദ് അച്ചാന്തുരുത്തി, നീലേശ്വരം ബേക്കൽ ടൂറിസം ഓർഗനൈസേഷൻ ജനറൽ സെക്രട്ടറി ബിജു രാഘവൻ തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലാ കളക്ടർ K ഇമ്പശേഖർ സ്വാഗതവും DTPC സെക്രട്ടറി ജിജേഷ് കുമാർ നന്ദിയും പറഞ്ഞു. ഒപ്പം ജില്ലയിലെ ടൂറിസം മേഖലയിലെ സംരംഭകർ, ബേക്കൽ ടൂറിസം ഫ്രട്ടേണിറ്റി, നോർത്ത് മലബാർ ടൂറിസം ഓർഗനൈസേഷൻ അസോസിയേഷൻ ഓഫ് റെസ്പോൺസിബിൾ ആൻഡ് എക്സ്പീരിയൻഷ്യൽ ടൂറിസം
എന്റർപ്രണേഴ്സ് ഓഫ് മലബാർ, ജില്ലാ ഹോം സ്റ്റേ അസോസിയേഷൻ, ജില്ലാ ടൂറിസം ക്ലബ്ബ്, കാസർഗോഡ് ഇൻ ടച്ച്, കാസർഗോഡ് ചാപ്റ്റർ, മറ്റ് ടൂറിസം അസോസിയേഷൻ പ്രതിനിധികൾ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് വേറെ ലെവലിലേക്ക്. പുതിയ ബസ് സ്റ്റാൻഡിലേക്ക് പ്രവേശിക്കുന്നതിനായി നിർമ്മിച്ച കൂറ്റൻ കമാനം നഗരത്തിന് നൽകുന്നത് പുതുപ്രൗഢി. തലയുയർത്തി നിൽക്കുന്ന ഒറ്റത്തൂൺ പാലത്തിന് അഭിമുഖമായി കൂറ്റൻ കമാനം കൂടി യാഥാർത്ഥ്യമായത് വൻ നഗരങ്ങളെ അനുസ്മരിപ്പിക്കുന്ന ഭംഗിയാണ് കാസർഗോഡിന് നൽകുന്നത്. വികസന വഴിയിൽ മറ്റൊരു നാഴികക്കല്ലായി കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിന് കൂറ്റൻ കമാനം യാഥാർത്ഥ്യമായി. ഏറ്റവും മനോഹരമായതും നഗരത്തിന് തന്നെ പ്രൗഢിയേക്കുന്നതുമാണ് പുതിയ പ്രവേശന കവാടം. നഗരസഭയുടെ നേതൃത്വത്തിൽ ബസ് സ്റ്റാൻഡ് കോംപ്ലക്സിൻ്റെ നവീകരണ പ്രവൃത്തി പുരോഗമിച്ച് വരുന്നുണ്ട്. ഇതിൻ്റെ ഭാഗമായാണ് ഈ ആകർഷകമായ കവാടം നിർമ്മിച്ചിരിക്കുന്നത്. കാസർഗോഡ് നഗരത്തിന് മുകളിൽ തലയുയർത്തി നിൽക്കുന്ന ഒറ്റത്തൂൺ പാലത്തിന് അഭിമുഖമായാണ് കൂറ്റൻ കമാനം കൂടി യാഥാർത്ഥ്യമായത്. വേഗത്തിൽ തന്നെ പാലത്തിലൂടെ വാഹനങ്ങൾ ചീറിപ്പായാൻ തുടങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിനൊപ്പം കാസർഗോഡിൻ്റെ നഗര സൗന്ദര്യവൽക്കരണ പദ്ധതികളും പൂർത്തീകരണത്തിലെത്തും. ഇതോടെ വൻ നഗരങ്ങളെ അനുസ്മരിപ്പിക്കുന്ന ഭംഗിയായിരിക്കും കാസർഗോഡ് നഗരത്തിനുണ്ടാകുക. നഗര സൗന്ദര്യവൽക്കരണത്തിൻ്റെ ഭാഗമായി നിരവധി പദ്ധതികളാണ് നഗരസഭ നടപ്പിലാക്കുന്നതെന്നും ഇതിൻ്റെ ഭാഗമായുള്ളതാണ് കമാനമെന്നും നഗരസഭാ ചെയർമാൻ അബ്ബാസ് ബീഗം KCN ന്യൂസിനോട് പറഞ്ഞു. കാസർഗോഡ് നഗരത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ ന്യൂ ബസ് സ്റ്റാൻഡ് അതിൻ്റെ ഒരു കവാടം വേണമെന്നുള്ള ഒരു ആഗ്രഹം കുറേ കാലമായിട്ട് ജനങ്ങളിങ്ങനെ പറഞ്ഞു വരികയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ നടന്ന് അതിൻ്റെ ഉദ്ഘാടനം ഈ 1-ാം തീയതി 2025 ജനുവരി 1-ന് അതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയുണ്ടായി. അപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ കാസർഗോഡ് നഗരപ്രദേശത്ത് ഉണ്ടാക്കണമെന്നുള്ള ആഗ്രഹത്തിൽ ഈ ഭരണസമിതി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ഇപ്പോൾ കാസർഗോഡ് MG റോഡിലെ സ്ട്രീറ്റ് ലൈറ്റൊക്കെ ഇവിടെ വെച്ചിരിക്കുന്നത്. ഒറ്റത്തൂൺ പാലത്തിനൊപ്പം ഇപ്പോൾ നഗരത്തിലേക്കുള്ള പ്രവേശന കവാടം കൂടി യാഥാർത്ഥ്യമായത് വളർച്ചയിലേക്ക് കുതിക്കുന്ന കാസർഗോഡിൻ്റെ പടവുകളായി മാറുകയാണ്. കാസർഗോഡ് നഗരസഭ നഗരത്തിൻ്റെ സാധ്യതകളെ മനസ്സിലാക്കിയുള്ള പദ്ധതികൾ വിഭാവനം ചെയ്യുന്നതും നഗര സൗന്ദര്യവൽക്കരണത്തിനായുള്ള പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നതും വലിയ പ്രതീക്ഷകളാണ് കാസർഗോഡിന് നൽകുന്നത്. ഇനിയും ഒരുപാട് മുന്നേറുവാനുള്ള വഴി കൂടിയാണ് പുതിയ പ്രവേശന കവാടം കാസർഗോഡിനായി തുറന്നു നൽകുന്നത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. അന്തിമ വോട്ടർ പട്ടിക ജനുവരി 6-ന് പ്രസിദ്ധീകരിക്കുമെന്ന് ജില്ലാ കളക്ടർ K. ഇമ്പശേഖർ. തെരഞ്ഞെടുപ്പ് സമയത്ത് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുമ്പോൾ ജില്ലയിലാകെ 10,74,192 വോട്ടർമാരായിരുന്നു ഉണ്ടായിരുന്നത്. അന്തിമ പട്ടികയിലെത്തിയപ്പോൾ 10,76,634 മാറിയിട്ടുണ്ട്. 2,442 വോട്ടർമാരുടെ വർധനവാണ് ജില്ലയിൽ ഉണ്ടായിരിക്കുന്നതെന്നും കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ വാർത്താ സമ്മേളനത്തിൽ ജില്ലാ കളക്ടർ വിശദീകരിച്ചു. ടോട്ടൽ വോട്ടേഴ്സ് നമുക്ക് എടുത്തു നോക്കിയാൽ കഴിഞ്ഞ SSRൽ ഉണ്ടായിരുന്നത് 10,74,192 പേരാണ്. ഈ വർഷം ഒരു 2,442 ആളുകളെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇപ്പോൾ 10,76,634 വോട്ടർമാരാണ് നമ്മുടെ ജില്ലയിലുള്ളത്. പിന്നെ നമുക്ക് ജെൻഡർ റേഷ്യോ എന്ന് നോക്കിയാൽ നമ്മൾ നല്ലൊരു ഹെൽത്തി ഇതിലാണ് ഉള്ളത്. നമുക്ക് ആൾമോസ്റ്റ് ഒരു സ്റ്റേറ്റിൻ്റെ ഇതുകൊണ്ട് 1047 ഇതാണ് ജെൻഡർ റേഷ്യോ ഉള്ളത്. അപ്പോൾ ഇതാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ എല്ലാവർക്കും കൈമാറിയ ശേഷം അതിൽ എന്തെങ്കിലും ഇനിയും ആളുകൾക്ക് എന്തെങ്കിലും ഉൾപ്പെടുത്തണമെങ്കിൽ അവർക്ക് തുടർന്ന് അപേക്ഷ കൊടുക്കാം. അല്ലാതെ കൊടുക്കാൻ പറ്റില്ല എന്നില്ല, അവർക്ക് തുടർന്ന് അപേക്ഷ കൊടുക്കാം. അപ്പോൾ എന്തായാലും ഇനി ഈ വർഷം ഇലക്ഷൻ വർഷം അല്ലാത്തത് കൊണ്ട് നമുക്ക് വലിയ രീതിയിലുള്ള ഒരു ക്യാമ്പയിൻ കഴിഞ്ഞ വർഷം ചെയ്തപ്പോൾ ഒരു ഇലക്ഷൻ ഗ്രാമസഭ നമ്മൾ ചെയ്തിരുന്നു. അപ്പോൾ ഇലക്ഷൻ ഗ്രാമസഭയിൽ നമുക്ക് വലിയ നമ്പേഴ്സാണ് നമുക്ക് കിട്ടിയത്. ഒരുപാട് ആളുകൾ നമുക്ക് കവർ ചെയ്യാൻ കഴിഞ്ഞു. അതുപോലെ ഒരുപാട് ആളുകളെ നമുക്ക് ഈ മരിച്ചുപോയ ആളുകളെല്ലാം ഡിലീറ്റ് ചെയ്യാൻ കഴിഞ്ഞു. അതുകൊണ്ടാണ് നമ്മുടെ ഡബിളിംഗ് വോട്ട് വന്നത് നമുക്ക് വളരെ കുറവാണ്. ഒരു 42 ആൾക്കാരുടെ ഡീറ്റെയിൽസ് മാത്രമേ നമുക്ക് ഡബിളിംഗ് വന്നത്. ബാക്കിയെല്ലാം നമ്മൾ കണ്ടുപിടിച്ച് നമ്മൾ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊരു എക്സസൈസ് വന്ന ശേഷം നമുക്ക് ഒരു വലിയ രീതിക്കൊന്നും പോയിട്ടില്ല. പക്ഷെ എന്നാലും നമ്മുടെ സ്റ്റെപ്സ് നമ്മൾ കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ സ്റ്റേറ്റ് ഇലക്ഷൻ നമ്മുടെ ജില്ലയ്ക്ക് ഇലക്ടോറൽ റോൾ ഒബ്സർവർ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ നിയോഗിച്ച ഇലക്ഷൻ റോൾ ഒബ്സർവർ വന്നിട്ടുണ്ട്. 3 പ്രാവശ്യം അദ്ദേഹം വന്ന് മീറ്റിംഗെല്ലാം എടുത്ത് നമുക്ക് ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തു പോയിട്ടുണ്ട്. അതാണ് നമുക്ക് ഇന്ന് പറയാനുള്ളത്. പിലിക്കോട് നടന്നുവരുന്ന ഫാം കാർണിവലിൽ പൊതുജനങ്ങൾക്ക് നെയ്ത്തും നൂൽനൂൽപ്പും പരിചയപ്പെടുത്തി പയ്യന്നൂർ ഖാദി കേന്ദ്രത്തിന്റെ വിപണന സ്റ്റാൾ. വിവിധ വർണ്ണങ്ങളിലുള്ള ഷർട്ട് തുണികൾ മങ്കത്തിൽ നെയ്തെടുക്കുന്നതും സ്പിന്നിംഗ് മെഷീനിൽ നൂൽക്കുന്നതും കാർണിവലിനെത്തുന്നവർക്ക് അപൂർവ കാഴ്ചയായി.
പയ്യന്നൂർ ഖാദി കേന്ദ്രത്തിന് കീഴിലുള്ള ചെറുവത്തൂർ യൂണിറ്റിലെ ജീവനക്കാരുടെ നേതൃത്വത്തിലാണ് പിലിക്കോട് ഫാം കാർണിവലിൽ നെയ്ത്തും നൂൽനൂൽപ്പും പരിചയപ്പെടുത്തുന്നത്. വിപണന സ്റ്റാളുകളിൽ കോട്ടൺ സാരികളുടെ പ്രദർശനം ആകർഷകമാണ്. സർക്കാർ റിബേറ്റ് കഴിഞ്ഞ് 1100 രൂപ മുതൽ 1500 രൂപ വരെ വില വരുന്ന 10-ൽ പരം കോട്ടൺ സാരികൾ ഖാദി കേന്ദ്രത്തിന്റെ നിയന്ത്രണത്തിലുള്ള വിപണന പ്രദർശന സ്റ്റാളുകളിലുണ്ട്. 25-ലധികം നിറങ്ങളിലും ഡിസൈനുകളിലുമുള്ള ഷർട്ട് പീസുകൾ, 5 വിഭാഗത്തിലുള്ള കാവിമുണ്ടുകൾ, വെള്ളമുണ്ടുകൾ എന്നിവയ്ക്കൊപ്പം വില്ലേജ് ഇൻഡസ്ട്രീസ് ഉൽപ്പന്നങ്ങളും സ്റ്റാളിലുണ്ട്. പയ്യന്നൂർ ഖാദി കേന്ദ്രത്തിന് കീഴിലെ ചെറുവത്തൂർ വീവിംഗ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നടന്നുവരുന്ന പ്രദർശന സ്റ്റാളിൽ നെയ്ത്ത്, നൂൽനൂൽപ്പ് എന്നിവ കാർണിവലിലെത്തുന്നവർക്ക് പരിചയപ്പെടുത്തുന്നത് തൊഴിലാളികളുടെ അധ്വാനത്തെയും സമർപ്പണത്തെയും പൊതുസമൂഹത്തിലെത്തിക്കാനാണെന്ന് വീവിംഗ് ഇൻസ്ട്രക്ടർ KV ചന്ദ്രശേഖരൻ പറഞ്ഞു. അതുപോലെ നമ്മൾ ജനങ്ങളുടെ ബുദ്ധിമുട്ട് ശരിക്കൊന്ന് മനസ്സിലാക്കി നമ്മളെ സഹകരിക്കാൻ വേണ്ടിയിട്ട് ഇത്തരമുള്ള സന്ദർഭം നമ്മൾ ആക്കണം. കാരണം ബുദ്ധിമുട്ട് അറിഞ്ഞുകൊണ്ട് ഞങ്ങൾ സാധനം നല്ല ക്വാളിറ്റിയിലെ സാധനങ്ങൾ കുറേ വർഷം ഉപയോഗിക്കാൻ പറ്റും. പഞ്ഞ് എല്ലാ കാലാവസ്ഥയിലും ഉപയോഗിക്കാൻ പറ്റും. നല്ല മുണ്ടുണ്ട്, സാരി, ബെഡ്ഷീറ്റ്, അങ്ങനെ എല്ലാ സാധനവും ഷർട്ട് ഇഷ്ടമാണ്. അങ്ങനെ എല്ലാത്തരം സാധനങ്ങളുണ്ട്. നമുക്ക് ഇത് വിൽപ്പന നടത്തിയാൽ മാത്രമേ പാവപ്പെട്ട തൊഴിലാളികൾക്ക് എന്തെങ്കിലും ജീവിക്കാൻ പറ്റും. നെയ്ത്തുമായിട്ട് ബന്ധപ്പെട്ട് വിൽപ്പന നടത്തണം. കാര്യമായിട്ട് വരുന്നതാണ്. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ പ്രദർശനം വളരെ എല്ലായിടത്തും പോയിട്ട് ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. ഹോസ്ദുർഗ് താലൂക്ക് പരാതി പരിഹാര അദാലത്തിൽ 241 പരാതികൾക്ക് പരിഹാരമായി. മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളിയുടെ നേതൃത്വത്തിലായിരുന്നു അദാലത്ത്. സാങ്കേതിക സാഹചര്യങ്ങൾ ഒഴിവാക്കി പരാതികൾക്ക് എത്രയും വേഗത്തിലുള്ള പരിഹാരമെന്ന ഉന്നതമായ സാമൂഹിക നീതി നിർവഹണ ബോധമാണ് അദാലത്തുകൾ മുന്നോട്ട് വയ്ക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. ജനങ്ങളെ നേരിൽ കണ്ട് പരാതികളും അപേക്ഷകളും തീർപ്പാക്കാനായി കരുതലും കൈത്താങ്ങും ഹോസ്ദുർഗ് താലൂക്ക് പരാതി പരിഹാര അദാലത്ത് കാഞ്ഞങ്ങാട് ടൗൺ ഹാളിൽ നടന്നു. മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. അദാലത്ത് നിരവധി ജനകീയ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ട് മുന്നോട്ടു പോവുകയാണെന്ന് മന്ത്രി പറഞ്ഞു. സാങ്കേതിക സാഹചര്യങ്ങൾ ഒഴിവാക്കി പരാതികൾക്ക് എത്രയും വേഗത്തിലുള്ള പരിഹാരമെന്ന ഉന്നതമായ സാമൂഹിക നീതി നിർവഹണ ബോധമാണ് അദാലത്തുകൾ മുന്നോട്ട് വയ്ക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. ആകെ ലഭിച്ച അപേക്ഷകൾ 411 അപേക്ഷകൾ എന്ന് പറഞ്ഞാൽ നേരത്തെ പ്രഖ്യാപിച്ച തീയതിയിൽ ഇവിടെ ലഭിച്ചിട്ടുള്ളത്. ആകെ അംഗീകരിച്ച് നടപടികൾ സ്വീകരിച്ചത് 241. ആ 241 അപേക്ഷകൾ പരിഗണിച്ച് അത് നടപടി സ്വീകരിക്കാൻ കഴിഞ്ഞത് അതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ അയച്ച അപേക്ഷകൾ ബന്ധപ്പെട്ട ഓഫീസും ഉദ്യോഗസ്ഥന്മാരുമായി സംസാരിച്ച് ഏതെല്ലാം കാര്യങ്ങൾ അടിയന്തരമായി ചെയ്തു കൊടുക്കാൻ കഴിയും, ഏതെല്ലാം കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം എന്ന് തീരുമാനിച്ചുകൊണ്ടാണ്. ഇവിടെ സ്വീകരിക്കാൻ കഴിയാതെ പോയ അപേക്ഷകൾ 170. ഇന്ന് ലഭിച്ച അപേക്ഷകൾ 102. ഇന്ന് ലഭിക്കുന്ന അപേക്ഷകളിന്മേൽ ഒരു തീരുമാനം എടുക്കാൻ കഴിയില്ല എന്ന് ഞാൻ ആമുഖമായി സംസാരിച്ചത് പറഞ്ഞു. കാരണം അതിപ്പോൾ ലഭിച്ചത് മാത്രമേ ഉള്ളൂ. അത് സ്വീകരിച്ച് ഇവിടെ വെക്കും. 2 ആഴ്ചക്കകം അത് പരിശോധനയ്ക്ക് വിധേയമായി അതിൻ്റെ മേൽ നടപടി സ്വീകരിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ സ്വീകരിക്കുകയും ചെയ്യും. 15 കുടുംബങ്ങൾക്ക് മുൻഗണനാ വിഭാഗം റേഷൻ കാർഡുകൾ മന്ത്രി വിതരണം ചെയ്തു. ഇ ചന്ദ്രശേഖരൻ MLA അധ്യക്ഷത വഹിച്ചു. M രാജഗോപാലൻ MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് P ബേബി, കാഞ്ഞങ്ങാട് നഗരസഭ ചെയർപേഴ്സൺ KV സുജാത, വൈസ് ചെയർമാൻ ബിൽടെക് അബ്ദുള്ള, നീലേശ്വരം നഗരസഭ ചെയർപേഴ്സൺ TV ശാന്ത, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ VV സജീവൻ, M കുമാരൻ, S പ്രീത എന്നിവർ സംസാരിച്ചു. കളക്ടർ K ഇമ്പശേഖർ സ്വാഗതവും സബ് കളക്ടർ പ്രദീക് ജെയിൻ നന്ദിയും പറഞ്ഞു. അദാലത്തിൽ 241 പരാതികൾക്ക് പരിഹാരമായി. പുതുതായി ലഭിച്ച 102 അപേക്ഷകൾ അദാലത്തിലെന്ന പോലെ പരിഗണന നൽകി പരിഹരിക്കാൻ ഉദ്യോഗസ്ഥർക്ക് മന്ത്രി നിർദ്ദേശം നൽകി. സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികത്തോടനുബന്ധിച്ച് സർക്കാരിന്റെ വിവിധ വകുപ്പുകളുമായി ബന്ധപ്പെട്ട പൊതുജനങ്ങൾക്കുള്ള പരാതികൾ പരിഹരിക്കുന്നതിന് കരുതലും കൈത്താങ്ങുമെന്ന പേരിൽ മന്ത്രിമാരുടെ നേതൃത്വത്തിൽ താലൂക്ക് തലത്തിൽ പരാതി പരിഹാര അദാലത്ത് നടത്തുന്നു. അദാലത്ത് ജില്ലയിൽ ഏറെക്കുറെ പൂർത്തിയാകാറായിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ആയുഷ് മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്വതന്ത്ര സംഘടനകളുടെ നേതൃത്വത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നടക്കുന്ന സമരപ്രചരണ ജാഥയ്ക്ക് ഞായറാഴ്ച തുടക്കമാകും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു.
കേന്ദ്ര സർക്കാർ ആയുഷ് മേഖലാ തൊഴിലാളികളെ തൊഴിൽ വിഭാഗമായി പരിഗണിച്ച് മിനിമം വേതന നിയമത്തിന്റെ ഷെഡ്യൂളിൽ പെടുത്തുക, പാരമ്പര്യ നാട്ടുവൈദ്യന്മാരുടെയും തൊഴിലാളികളുടെയും തൊഴിൽ സംരക്ഷണത്തിനായി കേരള സർക്കാർ പ്രത്യേക കൗൺസിൽ രൂപീകരിക്കുക, ഇടത്തരം പച്ചമരുന്ന് ശേഖരണ വിതരണ സംഭരണക്കാർക്ക് മരുന്നുകൾ ശേഖരിച്ച് സംഭരിച്ച് സംരക്ഷിക്കുന്നതിന് ഔഷധ സസ്യ ബോർഡ് തയ്യാറാക്കുക, അന്യം നിന്നു പോകുന്ന ഔഷധ സസ്യങ്ങൾ വെച്ച് പിടിപ്പിച്ച് സംരക്ഷിക്കാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴിയും പ്രാദേശിക സൊസൈറ്റികൾ മുഖേനയും അവസരമൊരുക്കുക, തൊഴിലാളികളുടെ മക്കൾക്ക് ആയുർവേദ പഠനത്തിന് കോളേജുകളിൽ സംവരണം അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ആയുഷ് മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്വതന്ത്ര സംഘടനകളുടെ നേതൃത്വത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നടക്കുന്ന സമരപ്രചരണ ജാഥയ്ക്ക് ഞായറാഴ്ച തുടക്കമാകുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ആയുഷ് മേഖലാ വർക്കേഴ്സ് കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാനും ജാഥ ക്യാപ്റ്റനുമായ കല്ലറ മോഹൻദാസ്, വൈസ് ക്യാപ്റ്റൻ ഷാജൻ കാവീടിന്റെയും നേതൃത്വത്തിലാണ് സമരപ്രചരണ ജാഥ നടത്തുന്നതെന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു. ജാഥ ജനുവരി 10 തിരുവനന്തപുരത്ത് സമാപിക്കും. കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ കല്ലറ മോഹൻദാസ്, കൺവീനർ ഷാജൻ കാവീട് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. സയ്യിദ് ഹസനുൽ അഹ്ദൽ തങ്ങൾക്ക് ശിഷ്യസമൂഹം ഒരുക്കുന്ന അദക്രീം ആദരവ് സമർപ്പണവും മദനീയം ആത്മീയ സമ്മേളനവും തിങ്കളാഴ്ച തളങ്കര മാലിക് ദിനാർ നഗറിൽ നടക്കും. ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ചടങ്ങിന് നേതൃത്വം നൽകും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പ്രമുഖ പണ്ഡിതനും മുഹിമ്മത്ത് ശരീയത്ത് കോളേജ് പ്രിൻസിപ്പളും മുസ്ലിം ജമാഅത്ത് ജില്ലാ പ്രസിഡന്റുമായ സയ്യിദ് ഹസനുൽ അഹ്ദൽ തങ്ങൾക്ക് ശിഷ്യസമൂഹം ഒരുക്കുന്ന അത്തക്രീം ആദരവ് സമർപ്പണവും മദനീയം ആത്മീയ സമ്മേളനവും തിങ്കളാഴ്ച തളങ്കരയിൽ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. 40 വർഷമായി പള്ളി ദർസുകളിലും സ്ഥാപനങ്ങളിലുമായി നൂറുകണക്കിന് പണ്ഡിതന്മാർക്ക് വിജ്ഞാനം പകർന്നു നൽകിയ സയ്യിദ് ഹസനുൽ അഹ്ദൽ തങ്ങൾ വൈജ്ഞാനിക മേഖലയിൽ സമർപ്പിച്ച സേവനം മുൻനിർത്തിയാണ് പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ റാബിത ആദരവ് നൽകുന്നതെന്നും പരിപാടി സമസ്ത ഉപാധ്യക്ഷൻ സയ്യിദ് KS ആറ്റക്കോയ തങ്ങൾ കുമ്പോൾ ഉദ്ഘാടനം ചെയ്യുമെന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു. വിപുലമായ കേരളത്തിലെയും കർണാടകയിലും ഒരുപാട് ആളുകൾ ഒരുമിച്ച് കൂടുന്ന വലിയ ഒരു ആത്മീയ സമ്മേളനമാണ് ഈ വരുന്ന 6-ാം തീയതി തളങ്കരയിൽ വെച്ച് നടക്കുന്നത്. അന്ന് രാവിലെ 10 മണിക്ക് സ്വാഗത സംഘം ചെയർമാൻ സെയ്ദ് സൈനുലാബിദിൻ അൽ അഹ്ദൽ കണ്ണമന്തങ്ങൾ പതാക ഉയർത്തും. 3 മണിക്ക് ബുറുദ മജ്ലിസ് ആരംഭിക്കും. 4 മണിക്ക് മുഹിമാത്തിൽ സിയാറത്ത് നടത്തി അവിടുന്ന് ബഹുമാനപ്പെട്ട ഹസനുൽ അഹ്ദൽ തങ്ങളെ തളങ്കരയിലേക്ക് ആനയിക്കും. തുടർന്ന് മദനീയം ആത്മീയ സമ്മേളനവും മാലിക് ദിനാർ സിയാറത്തും നടക്കും. 7 മണിക്ക് ശേഷമാണ് ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ നേതൃത്വത്തിൽ വിപുലമായ ആദരിക്കൽ സമ്മേളനം നടക്കുന്നത്. പ്രമുഖരായ പണ്ഡിതന്മാരും നേതാക്കളും ആ ചടങ്ങിൽ സംബന്ധിക്കുന്നുണ്ട്. പള്ളങ്കോട് അബ്ദുൽ ഖാദർ മദനി, മദനീയം അബ്ദുൽ ലത്തീഫ് സഖാഫി കാന്തപുരം, അബ്ബാസ് മിസ്ബാഹി ഉജംപദവ്, സിദ്ദിഖ് സഖാഫി കുണ്ടങ്കുഴി, അഷ്റഫ് സഖാഫി തലേക്കൊന്ന്, ഹാഫിൽ സജ്ജാദ് ഹിമമി ആത്തൂർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് രാംദാസ് നഗറിലെ ശ്രീ അയ്യപ്പ ഭജന മന്ദിരത്തിലെ 60ാം വാർഷികോത്സവം നാടിനെ ഭക്തിസാന്ദ്രമാക്കുന്നു. വിവിധ ധാർമ്മിക, വൈദിക, സാംസ്കാരിക പരിപാടികളോടെയാണ് ഉത്സവം പുരോഗമിക്കുന്നത്. കൂഡ്ലു പാറക്കട്ട അയ്യപ്പ ഭജന മന്ദിരം വജ്ര മഹോത്സവം വിവിധ വൈദിക, ധാർമ്മിക, സാംസ്കാരിക പരിപാടികളുമായി പുരോഗമിക്കുന്നു. മഹോത്സവത്തിന്റെ ഭാഗമായി വ്യാഴാഴ്ച നടന്ന മഹാപൂജ ഭക്തി നിർഭരമായി. നിരവധി ഭക്തർ അനുഗ്രഹം തേടിയെത്തി. തന്ത്രിവര്യർ ബ്രഹ്മശ്രീ വിഷ്ണു അശ്രീയുടെ കാർമ്മികത്വത്തിൽ വിവിധ ധാർമ്മിക, സാംസ്കാരിക പരിപാടികളോടെ നടക്കുന്ന മഹോത്സവത്തിന് ഞായറാഴ്ച സമാപനമാകും. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.
മഞ്ചേശ്വരത്തിന്റെ സാമൂഹിക രംഗത്തും ജീവകാരുണ്യ രംഗത്തും സമാനതകളില്ലാത്ത പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന പൊസോട്ട് ഗുഡ് ലുക്ക് ഫ്രണ്ട്സ് ക്ലബ് 40ന്റെ നിറവിൽ 6 പേർ ചേർന്ന് തുടങ്ങിയ കൂട്ടായ്മയാണ് ഇന്ന് വലിയൊരു വൃക്ഷമായി വളർന്ന് നാടിന് തണലേകുന്നത്. 40ാം വാർഷികം ആഘോഷിക്കുന്ന വേളയിൽ ക്ലബിനൊരുങ്ങിയ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം പ്രൗഢമായ ചടങ്ങിൽ നടന്നു. മഞ്ചേശ്വരം പൊസോട്ട് 40 വർഷം മുൻപ് 6 പേർ തുടങ്ങിയ പൊസോട്ട് ഗുഡ് ലക്ക് ഫ്രണ്ട്സ് എന്ന കൂട്ടായ്മ വളർന്ന് പന്തലിച്ച് ഇന്ന് ഒരു നാടിന് തണലേകുന്ന ആശ്വാസ കേന്ദ്രമാണ്. 40 വർഷം എന്ന നീണ്ട കാലയളവിൽ മഞ്ചേശ്വരത്തിൻ്റെ സാമൂഹിക രംഗത്തും ജീവകാരുണ്യ രംഗത്തും സമാനതകളില്ലാത്ത പ്രവർത്തനങ്ങളാണ് പൊസോട്ട് ഗുഡ് ലക്ക് ഫ്രണ്ട്സ് ക്ലബ്ബ് കാഴ്ചവെച്ചത്. അച്ഛനും മക്കളും സുഹൃത്തുക്കളുമൊക്കെ ഈ കൂട്ടായ്മയിലൂടെ ഒരുമിച്ച് സാമൂഹിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു. പതിവായി രക്തദാന ക്യാമ്പ്, മെഡിക്കൽ ക്യാമ്പ്, നിർധന കുടുംബങ്ങൾക്കുള്ള സഹായം, പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ സംവിധാനം, രോഗികൾക്ക് മരുന്ന് വിതരണം, ഭവനരഹിതരായ കുടുംബങ്ങളെ കണ്ടെത്തി വീട് നിർമ്മാണം തുടങ്ങി നിരവധി സേവനങ്ങളാണ് ഈ കൂട്ടായ്മ നടത്തുന്നത്. 40ന്റെ നിറവിലെത്തിയ ക്ലബിൻ്റെ ഇനിയുള്ള പ്രവർത്തനങ്ങൾക്ക് ഊർജം പകരുവാൻ പുതിയ കെട്ടിടവും യാഥാർത്ഥ്യമായി. പുതിയ ക്ലബ്ബ് കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനം അഖിലേന്ത്യാ ഭിന്നശേഷി ക്രിക്കറ്റ് ടീം വൈസ് ക്യാപ്റ്റൻ മുഹമ്മദ് അലി പാദാർ ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് നടന്ന പൊതുസമ്മേളനം കാസർഗോഡ് MP രാജ്മോഹൻ ഉണ്ണിത്താൻ ഉദ്ഘാടനം ചെയ്തു. BM മൻസൂർ അധ്യക്ഷത വഹിച്ചു. AK അഷ്റഫ് MLA, കർണാടക സ്പീക്കർ UT ഖാദർ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. ക്ലബ്ബ് പ്രസിഡന്റ് സമദ്, കർണാടക മുൻ MLA മൊയ്തീൻ ബാവ, ഹർഷാദ് വോർക്കാടി, മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജീൻ ലെവീന മൊന്തേരോ, ജനപ്രതിനിധികളായ മുഹമ്മദ് സിദ്ദിഖ്, യാദവ ബഡാജെ, ഹമീദ് ഹൊസങ്കടി, നേതാക്കളായ മുസ്തഫ കടമ്പാർ, SM ബഷീർ, ഗായകൻ ഉമർ മഞ്ചേശ്വരം, RK ബാവ, മെഹ്മൂദ് ഹാജി തുടങ്ങി നിരവധി പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. വിവിധ മേഖലകളിൽ സേവനമനുഷ്ഠിച്ചവരെ വേദിയിൽ മെമൻറ്റോ നൽകി ആദരിച്ചു. തുടർന്ന് കണ്ണൂർ സജിന സലീമും സംഘവും അവതരിപ്പിച്ച സംഗീത രസമഞ്ജരിയും അരങ്ങേറി. ആസിഫ് അൻവർ ഹുസൈൻ സ്വാഗതവും മുനീർ നന്ദിയും പറഞ്ഞു. കുഞ്ചത്തൂർ, മഞ്ചേശ്വരം, ഉപ്പള തുടങ്ങി ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 100 കണക്കിന് പേരാണ് പരിപാടി വീക്ഷിക്കുവാനായി എത്തിയത്. അബ്ദുൽ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. കഠിനാധ്വാനം ചെയ്യാൻ തയ്യാറാവുന്നവർക്ക് മാത്രമേ ഉയർന്ന വിജയങ്ങൾ എത്തിപ്പിടിക്കാനാവൂ എന്ന് അഡീഷണൽ SP P ബാലകൃഷ്ണൻ നായർ. തൃക്കരിപ്പൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളുടെ 2 ദിവസത്തെ അവധിക്കാല ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കഠിനാധ്വാനം ചെയ്യാൻ തയ്യാറാവുന്നവർക്ക് മാത്രമേ ഉയർന്ന വിജയങ്ങൾ എത്തിപ്പിടിക്കാനാവൂ എന്ന് അഡീഷണൽ SP P ബാലകൃഷ്ണൻ നായർ അഭിപ്രായപ്പെട്ടു. തൃക്കരിപ്പൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളുടെ 2 ദിവസത്തെ അവധിക്കാല ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. നമ്മുടെ ജലാശയങ്ങൾ, അതുപോലെ നമ്മുടെ പരിസ്ഥിതി മലിനമായതാണ് അതിന് കാരണം. അതാരാണ് അതിന് ഉത്തരവാദി? ഞാനും നിങ്ങളും അടങ്ങുന്ന സമൂഹം. നമ്മുടെ റോഡിൽ മാലിന്യങ്ങൾ, നമ്മുടെ ജലാശയങ്ങൾ മറ്റേ വലിച്ചെറിഞ്ഞുകൊണ്ട് നമ്മുടെ ജലാശയങ്ങൾ മലിനമായതുകൊണ്ടാണ് നമ്മൾക്കൊന്ന് മര്യാദക്കൊന്നും ജലാശയത്തിലൊന്ന് കുളിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയായി നമ്മുടെ തോടുകളും നമ്മുടെ ജലാശയങ്ങൾ മാറിയിരിക്കുന്നു. നമ്മൾ തന്നെയാണ് അതിൻ്റെ ഉത്തരവാദികൾ. അപ്പോൾ നിങ്ങളായിരിക്കുന്ന, എൻ്റെ മുന്നിലിരിക്കുന്ന കുട്ടികളായിരിക്കുന്ന നിങ്ങളാണ് അതിനൊരു മാറ്റം വരുത്തേണ്ടത്. ഇപ്പോൾ നമ്മൾ ഗവൺമെന്റ് തന്നെ പുതിയ വലിച്ചെറിയതെന്നുള്ള രീതിയിൽ പുതിയ പദ്ധതികളൊക്കെ ആവിഷ്കരിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പരിസരം, നിങ്ങളുടെ സ്കൂളും പരിസരവും വൃത്തിയാക്കേണ്ട ചുമതല STC കുട്ടികളായിരിക്കും. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ സ്കൂൾ PTA പ്രസിഡന്റ് AG നൂറുൽ അമീൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ M മനു മുഖ്യാതിഥിയായിരുന്നു. പഞ്ചായത്ത് അംഗം M രജീഷ് ബാബു, SPC ജില്ലാ അസിസ്റ്റന്റ് നോഡൽ ഓഫീസർ T തമ്പാൻ, സ്കൂൾ മുഖ്യാധ്യാപിക EK ബൈജ, സ്കൂൾ പ്രിൻസിപ്പാൾ AV ജിജി, കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർ K ഷൈനി, M അശോകൻ എന്നിവർ സംസാരിച്ചു. ആദ്യ ദിവസം നടന്ന സെഷനുകളിൽ സാഹിത്യകാരൻ VV രവീന്ദ്രൻ മാസ്റ്റർ, സോഷ്യൽ പോലീസിംഗ് ഡിവിഷൻ കൺവീനർ PK രാമകൃഷ്ണൻ എന്നിവർ ക്ലാസ് എടുത്തു. ക്യാമ്പ് ഉദ്ഘാടനത്തിന് മുന്നോടിയായി ചന്ദേര പോലീസ് ഇൻസ്പെക്ടർ K പ്രശാന്ത് പതാക ഉയർത്തി. ഞായറാഴ്ച രാവിലെ യോഗ പരിശീലന ക്ലാസും സ്റ്റുഡന്റ് പോലീസ് കേഡറ്റിനെ അറിയാം, സൈബർ ബോധവൽക്കരണം എന്നീ ക്ലാസുകളും നടന്നു. വൈകുന്നേരം 3:30 മധു ബേടകം അവതരിപ്പിക്കുന്ന മരണമൊഴി ഏകപാത്ര നാടകവും SPC കേഡറ്റുകളുടെ വിവിധ കലാപരിപാടികളും നടക്കും. സമാപന സമ്മേളനം തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK ബാവ ഉദ്ഘാടനം ചെയ്യും. ഉറുമീസ്, തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. SDPI മംഗൽപാടി പഞ്ചായത്ത് കമ്മിറ്റി ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. വയനാട് ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് സമാഹരിച്ച സാധനങ്ങൾ മംഗൽപാടി പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളും മുസ്ലിം ലീഗ് നേതാക്കളും ചേർന്ന് മറച്ചുവിറ്റുവെന്നാരോപിച്ചും സംഭവത്തിൽ ശക്തമായ നടപടി വേണമെന്നാവശ്യപ്പെട്ടുമായിരുന്നു മാർച്ച് നടത്തിയത്. നയാബസാറിലെ താലൂക്ക് ആശുപത്രി പരിസരത്തു നിന്നുമാണ് മാർച്ച് ആരംഭിച്ചത്. മംഗൽപാടി പഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് വെച്ച് മാർച്ച് പോലീസ് തടഞ്ഞു.
SDPI മഞ്ചേശ്വരം മണ്ഡലം പ്രസിഡന്റ് ഷെരീഫ് പാവൂർ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റും പഞ്ചായത്ത് അംഗങ്ങളും ഇവിടെയുള്ള ഭരണസമിതിയുടെ അറിവോടെ, ഇവിടെയുള്ള മുസ്ലിം ലീഗിന്റെ അറിവോട് കൂടി ഇത്തരത്തിലുള്ള കള്ളത്തരങ്ങൾ നടത്തി. ഇത് മംഗൾപാടി പഞ്ചായത്തിൽ മാത്രം ഇത്തരത്തിലുള്ള കള്ളക്കഥകൾ നടക്കുന്നു എന്ന് വിചാരിക്കരുത്. മുസ്ലിം ലീഗ് ഭരിക്കുന്ന എല്ലാ പഞ്ചായത്തുകളിലും ഇത്തരത്തിലുള്ള കള്ളത്തരങ്ങൾ നടക്കുന്നു. ഇതിന്റെ ഏറ്റവും വലിയ തെളിവാണ് മേപ്പാടി ഗ്രാമപഞ്ചായത്തിലെ ഭരണസമിതിയും ഇതിന് കൂട്ടുനിൽക്കുന്നു എന്ന് പറയുമ്പോൾ ഇവിടെയുള്ള കള്ളത്തരത്തിന് ഇവിടെയുള്ള കൊള്ളത്തരത്തിന്, ഇവിടെയുള്ള എല്ലാ ആക്രമണത്തിനും അനീതിക്കും ഇല്ലാത്ത കള്ളരേഖകളുണ്ടായതിനും നേതൃത്വം വഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംവിധാനമായി മുസ്ലിം ലീഗിന്റെ പാർട്ടിയും ഭരണ സംവിധാനവും ഇവിടെ മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത്. SDPI മംഗൾപാടി പഞ്ചായത്ത് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ഹുസൈൻ ബന്ദിയോട് അധ്യക്ഷത വഹിച്ചു. മണ്ഡലം വൈസ് പ്രസിഡന്റ് അൻവർ ആരിക്കാടി, മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഹമീദ് ഹൊസങ്കടി എന്നിവർ സംസാരിച്ചു. സെക്രട്ടറി ഇംതിയാസ് ഉപ്പള സ്വാഗതവും സലീം ബൈദള നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ചിറക് കൂട്ടായ്മയുടെയും വിദ്യാനഗർ ജനമൈത്രി പോലീസിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ കൂട്ടായ്മയുടെ 2ാം വാർഷികാഘോഷവും വീൽചെയർ വിതരണവും സംഘടിപ്പിച്ചു. ജില്ലാ പോലീസ് മേധാവി ഡി ശിൽപ ഉദ്ഘാടനം ചെയ്തു. പറക്കാൻ പറ്റാത്ത പറവകൾക്ക് കൈത്താങ്ങ് എന്ന ആശയവുമായി ചിറക് കൂട്ടായ്മയും വിദ്യാനഗർ ജനമൈത്രി പോലീസും സംയുക്തമായി കൂട്ടായ്മയുടെ 2ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ജില്ലയിലെ ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് വേണ്ടി കലാപരിപാടികളും വീൽചെയർ വിതരണവും നടത്തി. വിദ്യാനഗർ സൺറൈസ് പാർക്കിൽ നടന്ന പരിപാടി ജില്ലാ പോലീസ് മേധാവി ഡി ശിൽപ ഉദ്ഘാടനം ചെയ്തു. വീൽചെയർ ഡിസ്ട്രിബ്യൂഷൻ ഇപ്പോൾ സ്പെഷ്യലി ഏബിൾഡ് ആൾക്കാർക്ക് എങ്ങനെ അവർ ഹെൽപ്പ് ഇല്ലാതെ പ്രവർത്തിക്കാൻ ഈ ഒരു വീൽചെയർ അവർക്കൊരു ഇൻഡിപെൻഡൻസ് കൊടുക്കുന്ന ഒരു സിമ്പിളാണ്. സോ ഇന്നത്തെ പരിപാടിയിൽ ആരെല്ലാവർക്കും സ്പെഷ്യലി കുട്ടികൾ, SPC കുട്ടികൾ ഇങ്ങനെ പ്രോഗ്രാംസ് നമ്മൾ എന്തുകൊണ്ടാണ് അറേഞ്ച് ചെയ്യുന്നത്, അതിന് ഒരു സ്പിരിറ്റ് മനസ്സിലാക്കുക. കുറെ കുട്ടികൾ ചിരിക്കുന്നുണ്ട്, കൈൻഡ്ലി പേ അറ്റൻഷൻ. SPC കുട്ടികളെ നിങ്ങൾ മാതൃകയാവണം എല്ലാവർക്കും. ഓക്കെ, സോ പേ അറ്റൻഷൻ. ഒരു 5 മിനിറ്റ്, അതിന് കൂടുതൽ 5 മിനിറ്റ് അല്ല 2 മിനിറ്റേ ഉള്ളൂ. ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ട് CK സുനിൽകുമാർ അർഹരായ കുട്ടികൾക്കുള്ള വീൽചെയറുകളുടെ വിതരണം നിർവഹിച്ചു. CM ഹോസ്പിറ്റൽ MDയും ചിറക് കൂട്ടായ്മ ചെയർമാനുമായ ഡോക്ടർ ജാസർ അലി അധ്യക്ഷത വഹിച്ചു. ഹക്കീം പ്രിൻസ് സ്വാഗതം പറഞ്ഞു. വിദ്യാനഗർ CI വിപിൻ, കാസർഗോഡ് CI നളിനാക്ഷൻ തുടങ്ങിയവർ സംസാരിച്ചു. മുൻ മന്ത്രി CT അഹമ്മദ് അലി, NA അബൂബക്കർ ഹാജി, അബ്ദുൽ കരീം സിറ്റിഗോൾ, ഡോക്ടർ യൂസഫ് കുമ്പള, അഡ്വക്കേറ്റ് VM മുനീർ, ഖാദർ ചെങ്കള എന്നിവർ രക്ഷാധികാരികളായി പ്രവർത്തിക്കുന്ന ചിറക് കൂട്ടായ്മ ഇതിനകം ഭിന്നശേഷിക്കാരും നിർധനരുമായ 50ഓളം കുട്ടികൾക്ക് വീൽചെയർ വിതരണവും നടത്തിയിട്ടുണ്ട്. സൗജന്യ മെഡിക്കൽ ക്യാമ്പുകളും നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളും ഈ കൂട്ടായ്മ നടത്തിവരുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ദുബായ് KMCC കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ യൂണിറ്റി കോൺക്ലേവ് സംഘടിപ്പിച്ചു. മുസ്ലിം ലീഗ് കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് കല്ലട്ര മാഹിൻ ഹാജി ഉദ്ഘാടനം ചെയ്തു. ദുബായ് KMCC കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അബുഹൈൽ PA ഇബ്രാഹിം ഹാജി ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച യൂണിറ്റി കോൺക്ലേവ് മുസ്ലിം ലീഗ് കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് കലക്ടർ മാഹിൻ ഹാജി ഉദ്ഘാടനം ചെയ്തു. ദുബായ് UAE രാജ്യം സ്വദേശികൾക്കും വിദേശികൾക്കും നൽകുന്ന കരുതലും അംഗീകാരവും UAE രാജ്യത്തിന്റെ മാനവികതയാണ് പ്രകടമാക്കുന്നത് എന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ദുബായ് KMCC കാസർഗോഡ് ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് സലാം കന്യപ്പാടി അധ്യക്ഷത വഹിച്ചു. KMCC സംസ്ഥാന സെക്രട്ടറി അബ്ദുൽ ഖാദർ അരിപ്രാമ്പ മുഖ്യപ്രഭാഷണം നടത്തി. സന്നദ്ധ പ്രവർത്തനം നടത്തി ഗോൾഡൻ വിസയ്ക്ക് അർഹരായ KMCC നേതാക്കളായ മഞ്ചേശ്വരം പ്രസിഡന്റ് ഇബ്രാഹിം ബേരിക്ക, മണ്ഡലം വൈസ് പ്രസിഡന്റ് യൂസഫ് ഷേണി എന്നിവരെയും ഇസ്മായിൽ 4 വാതുക്കലിനെയും ചടങ്ങിൽ ആദരിച്ചു. മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് KEA ബക്കർ, 14 അബ്ദുൽ റഹ്മാൻ, ദുബായ് KMCC ആക്ടിംഗ് ജനറൽ സെക്രട്ടറി PV നാസർ, സംസ്ഥാന ഭാരവാഹികളായ അഡ്വക്കേറ്റ് ഇബ്രാഹിം കലീൽ തുടങ്ങിയവർ സംബന്ധിച്ചു. പരിപാടിയിൽ സുഹൈർ അസ്ഹരി പള്ളങ്കോട് പ്രാർത്ഥന നടത്തി. KMCC ജില്ലാ ജനറൽ സെക്രട്ടറി ഹനീഫ് TR സ്വാഗതവും ജില്ലാ സെക്രട്ടറി PD നൂറുദ്ദീൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പ്രൈവറ്റ് ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ സമ്മേളനം ജനുവരി 6-ന് E ചന്ദ്രശേഖരൻ MLA ഉദ്ഘാടനം ചെയ്യും. കാഞ്ഞങ്ങാട് കോട്ടച്ചേരി കുന്നുമ്മൽ സർവീസ് ഹാളിൽ ജനുവരി 6-ന് നടക്കുന്ന പ്രൈവറ്റ് ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ സമ്മേളനം E ചന്ദ്രശേഖരൻ MLA ഉദ്ഘാടനം ചെയ്യും.
ജില്ലാ പ്രസിഡന്റ് PV തമ്പാൻ അധ്യക്ഷനാവും. സെക്രട്ടറി KV സുകുമാരൻ പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ V നാരായണൻ വരവ് ചെലവ് കണക്കും സംസ്ഥാന സെക്രട്ടറി സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിക്കും. സംസ്ഥാന ട്രഷറർ T മനോഹരൻ ക്ഷേമനിധി പ്രവർത്തന വിശദീകരണം നടത്തും. PP രമേശൻ, EK പങ്കജാക്ഷൻ എന്നിവർ സംസാരിക്കും. വാർത്താസമ്മേളനത്തിൽ സംഘാടകർ ചെയർമാൻ EK പങ്കജാക്ഷൻ, കൺവീനർ V നാരായണൻ, ജില്ലാ സെക്രട്ടറി KV സുകുമാരൻ, ജില്ലാ പ്രസിഡന്റ് PP തമ്പാൻ, കാഞ്ഞങ്ങാട് ഏരിയ സെക്രട്ടറി V സുകുമാരൻ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പുതുതലമുറയ്ക്ക് നേതൃത്വ ഗുണം വളർത്താനുള്ള പരിശീലന പരിപാടിയുമായി കാഞ്ഞങ്ങാട് റോട്ടറി MBM ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ ഡോക്ടർ MR നമ്പ്യാർ ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികൾക്ക് സ്വന്തം കഴിവുകൾ തിരിച്ചറിയാനും അവരിൽ നേതൃശേഷി വളർത്തിയെടുക്കാനുമുള്ള പരിശീലന പരിപാടിയായ RELA കാഞ്ഞങ്ങാട് റോട്ടറി സെന്ററിൽ നടന്നു. വിദ്യ നേടേണ്ടത് വിദ്യാലയങ്ങളിൽ നിന്നു മാത്രമല്ല അനുഭവങ്ങളിൽ നിന്നു കൂടിയാണെന്ന് RELA ഉദ്ഘാടനം ചെയ്ത് റോട്ടറി MBM ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ ഡോക്ടർ MR നമ്പ്യാർ പറഞ്ഞു. കാഞ്ഞങ്ങാട് റോട്ടറി പ്രസിഡന്റ് അഡ്വക്കേറ്റ് A രാധാകൃഷ്ണൻ അധ്യക്ഷനായി. കാഞ്ഞങ്ങാട് ചിന്മയ സ്കൂൾ പ്രിൻസിപ്പൽ C ചന്ദ്രൻ, റോട്ടറി യൂത്ത് സർവീസ് ചെയർമാൻ ഡോക്ടർ K ഗുരുദത്ത് ഭട്ട്, സദ്ഗുരു പബ്ലിക് സ്കൂൾ ഇന്ററാക്ട് അഡ്വൈസർ ജിഷ ലക്ഷ്മണൻ, N സുരേഷ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് മാവുങ്കാൽ മാം ട്രസ്റ്റ് കണ്ണാശുപത്രി PROവും ട്രെയിനറുമായ A രാധാകൃഷ്ണൻ പരിശീലന ക്ലാസ് എടുത്തു. കാഞ്ഞങ്ങാട് ഉണ്ണിമിശിഹ ഫൊറോന പള്ളിയിലെ പ്രധാന തിരുനാളിന് കൊടിയേറി. ഫൊറോന വികാരി ഫാദർ ജോർജ് കളപ്പുര കൊടിയേറ്റ് നിർവഹിച്ചു. 10 നാൾ നീണ്ടു നിൽക്കുന്ന കാഞ്ഞങ്ങാട് ഉണ്ണിമിശിഹ ഫൊറോന പള്ളിയിലെ പ്രധാന തിരുനാളിന് കൊടിയേറി. ഫൊറോന വികാരി ഫാദർ ജോർജ് കളപ്പുര കൊടിയേറ്റ് നിർവഹിച്ചു. തുടർന്ന് വിശുദ്ധ കുർബാനയ്ക്കും നൊവേനയ്ക്കും നേതൃത്വം നൽകി. എല്ലാ ദിവസവും രാവിലെ 5:20 ആരാധന, 6:15 വിശുദ്ധ കുർബാന, വൈകിട്ട് 4:25 ജപമാല, 5 വിശുദ്ധ കുർബാന, നൊവേന എന്നീ ചടങ്ങുകൾ നടക്കും. ജനുവരി 6 വൈകിട്ട് നീലേശ്വരം സെന്റ് മേരീസ് പള്ളി വികാരി ഫാദർ ജോർജ് ചേന്നപ്പള്ളിയും, 7 കാലിച്ചനടുക്കം പള്ളി വികാരി ഫാദർ സുനീഷ് പുതുകുളങ്ങരയും, 8 കാഞ്ഞങ്ങാട് അപ്പോസ്തലറാണി പള്ളി വികാരി ഫാദർ ജോൺസൺ നെടുമ്പറമ്പിലും, 9 കാഞ്ഞിരടുക്കം പള്ളി വികാരി ഫാദർ തോമസ് പള്ളിക്കലും, 10 കാലിച്ചനടുക്കം വിൻസെൻഷ്യൽ ആശ്രമം സുപ്പീരിയർ ഡോക്ടർ ജോസ് തയ്യലും ദിവ്യബലിക്ക് നേതൃത്വം നൽകി വചന സന്ദേശം നൽകും. 11 വൈകിട്ട് 3:50 ജപമാല, 4:30 ആഘോഷമായ തിരുനാൾ കുർബാനയ്ക്ക് തലശ്ശേരി അതിരൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ മാത്യു ഇളംതുരുത്തിപ്പടവിൽ നേതൃത്വം നൽകും. 6:30 നഗരപ്രദക്ഷിണം, 12 രാവിലെ 6:15 വിശുദ്ധ കുർബാന, 10 മണിക്ക് ആഘോഷമായ തിരുനാൾ കുർബാനയ്ക്ക് പടന്നക്കാട് ഗുഡ് ഷെപ്പേർഡ് പള്ളി അസിസ്റ്റന്റ് വികാരി ഫാദർ അമൽ തൈപ്പറമ്പിൽ നേതൃത്വം നൽകും. തുടർന്ന് ദലീഞ്ഞ്, പ്രദക്ഷിണം, സമാപന ആശീർവാദം എന്നിവ നടക്കും. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രവാസി വ്യവസായി പൂച്ചക്കാട്ടെ അബ്ദുൽ ഗഫൂർ ഹാജിയുടെ മരണം. ജിന്നുമ്മയെ സഹായിച്ച കൂടുതൽ പേർ ഉടൻ അറസ്റ്റിലായേക്കുമെന്ന് സൂചന. കാസർഗോഡ് ജില്ലാ ടൂറിസം പ്രമോഷൻ പുതിയ കാസർഗോഡ് ടൂറിസം ലോഗോ പുറത്തിറക്കി. മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി പ്രകാശനം നിർവഹിച്ചു. കാസർഗോഡ് വേറെ ലെവലിലേക്ക്. പുതിയ ബസ് സ്റ്റാൻഡിലേക്ക് പ്രവേശിക്കുന്നതിനായി നിർമ്മിച്ച കൂറ്റൻ കമാനം നഗരത്തിന് നൽകുന്നത് പുതുപ്രൗഢി. നെയ്ത്തും നൂൽനൂൽപ്പും പരിചയപ്പെടാം. പിലിക്കോട്ടെ ഫാം കാർണിവലിൽ ശ്രദ്ധേയമായി പയ്യന്നൂർ ഖാദി കേന്ദ്രത്തിന്റെ വിപണന സ്റ്റാൾ. ഹോസ്ദുർഗ് താലൂക്ക് പരാതി പരിഹാര അദാലത്തിൽ 241 പരാതികൾക്ക് പരിഹാരം. പരാതികൾക്ക് വേഗത്തിലുള്ള പരിഹാരമെന്ന ബോധമാണ് അദാലത്തുകൾ മുന്നോട്ട് വയ്ക്കുന്നതെന്ന് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സമരപ്രചരണ ജാഥയുമായി ആയുഷ് മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്വതന്ത്ര സംഘടനകൾ. ഞായറാഴ്ച കാസർകോട്ട് നിന്നും പ്രയാണം ആരംഭിക്കും. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.